കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും ആശാവർക്കർമാരെയും അധിക്ഷേപിച്ച CI2 നേതാവിന് ആശാവർക്കർമാരുടെ മറുപടി. ഗോപിനാഥൻ അപമാനിച്ചത് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മുഴുവൻ സ്ത്രീകളെയും. ആത്മാഭിമാനമുള്ള സ്ത്രീകൾ പ്രസ്ഥാനം വിട്ടിറങ്ങണം. അധിക്ഷേപത്തെ നിയമപരമായി നേരിടുമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. അതേസമയം കേരള ജനത ആർക്കെങ്കിലും ഒറ്റക്കെട്ടായി ഒരു മുത്തം കൊടുക്കുന്നെങ്കിൽ അത് ആശാ ജീവനക്കാർക്ക് മാത്രമെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്നു. ഇപ്പൊ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി. അവരോടൊപ്പം നിൽക്കുന്ന സ്ത്രീകൾ ആലോചിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നേതാക്കന്മാരോട് ആ പ്രസ്ഥാനത്തിൽ നിൽക്കണം. ആത്മാഭിമാനമുള്ള സ്ത്രീകൾ അവരെയൊക്കെ വിട്ടിട്ടിറങ്ങണം. നമ്മളെ ഒരു കൊടികെട്ടിയ രാഷ്ട്രീയക്കാരൻ്റെയോ ട്രേഡ് യൂണിയൻ്റെയോ ഒന്നും മേൽവിലാസമില്ലാതെ ജനങ്ങൾ ഒന്നിച്ചാൽ എന്തും നേടിയെടുക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ ഈ സമീപകാല ഇന്ത്യയുടെ ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ലേബലല്ല ഇവിടെ ജനകീയ സമരങ്ങൾ വളർന്നുകൊണ്ട്. സ്ത്രീകൾ ചെയ്യേണ്ടുന്നത്, ആത്മാഭിമാനമുള്ള സ്ത്രീകൾ ചെയ്യേണ്ടുന്നത് ആ പ്രസ്ഥാനം വിട്ടിറങ്ങുക എന്നുള്ളതാണ്. അവരെ കൂടിയല്ലേ അപമാനിച്ചത്, അവരുടെ മുന്നിലെത്തിക്കുക. എന്നിട്ട് പറയുന്നത് എന്താണ്? അയ്യോ, ആ സ്ത്രീകളാരും എന്നോട് വിമർശനം ഉന്നയിച്ചില്ലെന്ന്. ആ സ്ത്രീകളെ വീണ്ടും പരിഹസിക്കുകയാണ് ഇവർ ചെയ്തത്, അപമാനിക്കുകയാണ്. മാനോ അപമാനം എന്താണെന്ന് തിരിച്ചറിയാത്ത ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും.